കുട്ടിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ദിവസം. അപ്പം രാവിലെ തന്നെ എണീറ്റു. ഓൾറെഡി കാപ്പിയും ഇതൊക്കെയായി. ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ഉള്ളിച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കുറച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി, അതിൻ്റെ ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ അപ്പം ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ മിച്ചമാവുണ്ടായിരുന്നു, അതുണ്ടാക്കി. എല്ലാം കുറച്ച് കുറച്ച് ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഓരോ വഴിക്ക് പോയി. അപ്പം ഞാനും അമ്മയും ഒരു കസിൻ കൊച്ചും 2 മക്കളും ഉണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ കറി തയ്യാറാക്കലാണ്. ഇന്നിപ്പം ഉച്ചയ്ക്ക് കസിൻ കൊച്ചിന് ചെറുപയർ കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കും അവൾക്കും കൊണ്ടാക്കി. അപ്പോൾ ഞാൻ കുറച്ചിറങ്ങുന്ന കറിയൊന്നും വേണ്ട, ചെറുപയർ കഞ്ഞി ഉള്ളതുകൊണ്ട്. ബാക്കിയുള്ളവർക്ക് നമുക്ക് കോവയ്ക്കാത്തോരനും ചക്കക്കുരിച്ചാറ്, ചക്കപ്പുഴുക്ക്, ഇത് 2 വയ്ക്കാനുണ്ട്. കഞ്ഞിയും പയറും റെഡി ആയിരിപ്പുണ്ട്. ഇനിയിപ്പം ചക്കക്കുരു പിടിക്കണം ചാറ് വെക്കാൻ. കോവയ്ക്ക വെള്ളത്തിയിടുന്നുണ്ട്. വീട്ടിലുണ്ടായ കോവയ്ക്ക, ഇവിടുത്തെ അനിയത്തിയുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക. അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ ഉള്ളതാണ്. വലിയ സ്പെഷ്യലൊന്നുമില്ല, വലിയ സ്പെഷ്യലാണല്ലോ എന്നും. അപ്പം കോവയ്ക്ക് ആദ്യം കൈ എടുത്തിട്ട് കണ്ടത് വലിയ വിഷമൊന്നുമില്ലാത്ത കോവയ്ക്ക കേട്ടോ. മറ്റേ എന്തൊക്കെയോ. പിന്നെ നമുക്കിൻ്റെ തണ്ടെല്ലാം കളയാം. കൊച്ചു വഴക്കുണ്ടാകാറായി. പിന്നെ ഇനി അവന് എന്തെങ്കിലും വിശക്കാതിരിക്കാനൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് വന്ന് ചെയ്യാം, അല്ല പിന്നെ അവൻ കിടന്ന് കരയും. അങ്ങനെ നമ്മൾ കോവയ്ക്കൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്ന് അരിയണം. ഇപ്പോൾ വരാട്ടോ, കൊച്ചിൻ്റെ ചൂടൊന്ന് വെള്ളമൊന്ന് മാറാൻ വെച്ചിട്ട് വരാം.
അങ്ങനെ ഉണ്ണീനെ കുളിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പം കട്ടിലെ നേരം കുറച്ച് നേരം കിടന്ന് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എണീറ്റ് ഞാൻ തൊട്ടിയിലാട്ടി ഇട്ടിരിക്കുക. ഉണ്ടില്ല പിന്നെ മുട്ടുവാരണം, പറ്റിയാൽ തുടയ്ക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കഴിക്കാം. കഴിക്കാൻ പറഞ്ഞല്ലോ, കഞ്ഞി പയറുക. കഞ്ഞിയും പയറത്തിൻ്റെ ഒരു മോഹം. ചക്കപ്പുഴുക്കുണ്ട്, പക്ഷെ അത് വേണ്ട. കോവയ്ക്കുണ്ട്. അച്ചാറ് വേണം ഇടാം കേട്ടോ. ഞാൻ അച്ചാറിനില്ല, എനിക്ക് അച്ചാറിന് കഴിക്കാൻ പറ്റില്ല. ചക്കപ്പുഴുക്ക്, തോരൻ, കഞ്ഞി. കഞ്ഞി ഒടിച്ച് കഴിയാറായിട്ടോ. കഞ്ഞിയുടെ കിടപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചോറെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം അപ്പോഴത്തേക്കും കുറച്ച് എണീറ്റ് എടുത്ത് കുളിക്കാൻ പോയേക്കും. ഇതെൻ്റെ ദേവുക്കുട്ടൻ അല്ലേ? ഹായ്. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. പിന്നെ കിടന്നുറങ്ങും. ഉറങ്ങിയൊക്കെ എണീറ്റ് സമയം 2:30 എങ്ങോട്ടായി, 2:30 ചിലർ ഉറങ്ങുന്ന സമയമാവും നോക്കും. ഞാൻ ഉറങ്ങി എണീറ്റ് എനിക്ക് ചായ വെക്കണം, അതൊക്കെ ചോറ് അതിന് ചോറൊക്കെ ഇട്ടുകൊണ്ട് ചോറുണ്ടായിരുന്നു. കഴിഞ്ഞു. അപ്പോൾ ഇനി ഇടയ്ക്ക് കാണാം. അപ്പോൾ സമയം 5:15. മിറ്റടിക്കാൻ പോവാ. കുഞ്ഞാവ് വെളിയിൽ കിടപ്പുണ്ട്. കുഞ്ഞാവരടുത്ത് കുഞ്ഞായുടെ അനിയത്തിരിപ്പുണ്ട്. അല്ല സോറി ചേച്ചി ഇരിപ്പുണ്ട്. കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മ മിറ്റടിച്ചോളാന്ന് പറഞ്ഞാൽ അമ്മ വേറൊന്ന് പണിക്ക് പോയിരുന്നു. ഞാൻ മിറ്റടിക്കാം. ഗായ്സ്, അപ്പം മിറ്റപടി കഴിഞ്ഞു. ഇനി നമുക്കെന്താ പരിപാടി വെച്ചാൽ കുഞ്ഞാവേനെ നോക്കണം.
കറിയൊക്കെ ഓൾറെഡി എല്ലാം ഇരിപ്പുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം വൈകിട്ട് ചോറുണ്ണുക, കിടക്കുക, കൊച്ചിന് പോയി ഉറക്കുക, അതൊക്കെ. അപ്പം ബൈ. പുതിയൊരു വീഡിയോ കാണുന്നവരെ സീ യു ടുമോറോ.